നമസ്കാരം, ഞാൻ അമ്പിളി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ കാണാൻ സാധിച്ച ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അത്ര വാല്യൂ ഒന്നും സ്റ്റാർ വാല്യൂ ഒന്നും കാണിക്കാത്ത ഒരു സിനിമയായിരുന്നു. എന്നാലും ഒരു പിള്ളേരുടെ സിനിമയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വളരെ രസകരമായിട്ടിരുന്ന് കണ്ട ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അതിലെ ആശയവും അതിലെ സാറും നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഓരോ ടീച്ചേഴ്സും അതിലെ PT സാറും ഒക്കെ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തിയ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. വളരെ ഒരു ചെറിയ ബജറ്റിൽ അവതരിപ്പിച്ച ഒരു ചെറിയ സിനിമ തന്നെയായിരുന്നു അത്. അതിലെ PT സാറിനെ പലരും കമന്റുകളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാം. എൻ്റെ പഴയ PT സാർ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നിയെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായമാണ്. എന്നെ പഠിപ്പിച്ച PT സാറൊന്നും വളരെ നല്ല ബിഹേവ് ചെയ്യുന്ന ഒരു സാറായിരുന്നു. ഇങ്ങനത്തെ ഒരു സാറൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇതൊന്നുമല്ല സംഭവം. പറയാൻ വന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ അവസാന ക്ലൈമാക്സ് രംഗമുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പം എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിലും ഇങ്ങനെ ആക്കിക്കൂടാ എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ തമിഴ്നാട്ടുകാർ അതങ്ങ് ഏറ്റെടുത്തു. അവരതങ്ങ് എടുത്തു. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറയുന്ന പോലെ അവരത് അങ്ങ് എടുത്തു എന്ന് വേണം പറയാൻ. എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ ഇതൊക്കെ ഏത് കാലത്ത് വരുമെന്നൊന്നും നമുക്ക് ചിന്തയില്ല. പക്ഷെ നല്ലൊരു കാര്യം കണ്ടപ്പോൾ അവരപ്പം തന്നെ അത് അവരുടെ സ്കൂളിൽ അന്നിപ്പം തന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. അവരപ്പം തന്നെ അത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. നമ്മുടെ സ്കൂളിലും അത് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. എന്നാലും നല്ലൊരു കുട്ടികളുടെ നല്ലൊരു സിനിമയാണ്. കാണാത്തവർ കാണുക. ഇങ്ങനൊരു ആശയം നമ്മുടെ സ്കൂളുകളിലും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ചെറിയൊരു വീഡിയോ ആണ്, എന്നാലും ഞാൻ ആ സിനിമ കണ്ട സ്ഥിതിക്ക് എനിക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിച്ചതാണ്. എല്ലാവർക്കും നന്ദി. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം